എൻ്റെ ഒത്തിരി കൂട്ടുകാരുടെ സംശയം, ചേട്ടാ ഇവിടെ എങ്ങനെയാണ് ശമ്പളം കിട്ടുന്നത്, എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എപ്പോഴാണ് ശമ്പളം കിട്ടുന്നത്, മാസത്തിൽ എപ്പോഴാണ് ശമ്പളം കിട്ടുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ എല്ലാ കമ്പനികളും അവരവരുടേതായ റൂൾസ് പ്രകാരമാണ് നമുക്ക് ശമ്പളം തരുന്നത്. മിക്ക കമ്പനികളും കയ്യിൽ തരുന്ന കമ്പനികളുണ്ട്, അക്കൗണ്ടിൽ തരുന്ന കമ്പനികളുണ്ട്. ഇതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ പൈസ ഇച്ചിരി ലേറ്റ് ആയാലും അക്കൗണ്ടിൽ തന്നെ മേടിക്കുക. അക്കൗണ്ടിൽ മേടിച്ചാലേ ഉള്ളൂ കമ്പനി നമുക്ക് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അക്കൗണ്ടിൽ തന്നെ മേടിക്കുക. പിന്നെ നമുക്ക് എല്ലാ കമ്പനികളും സാലറി തരുന്നത് മണിക്കൂർ അനുസരിച്ചാണ് സാലറി തരുന്നത്. നാട്ടിലെ പോലെ ഒരു മാസത്തെ സാലറി അല്ല, ഒരു മണിക്കൂർ പണിയെടുത്താൽ ഒരു മണിക്കൂറിൻ്റെ പൈസ. അതാണ് ഇവിടെ ഏറ്റവും മെയിനായിട്ട് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ഏജൻസികൾ അല്ലാതെ ഡയറക്റ്റ് കമ്പനികളിൽ, ഞാനൊക്കെ നിൽക്കുന്ന പോലെ ഡയറക്റ്റ് കമ്പനികളിൽ നിൽക്കുക. അപ്പം നമുക്ക് കൂടുതൽ ശമ്പളവും കിട്ടും, കൂടുതൽ ടാക്സും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഒരു കമ്പനിയിൽ തന്നെ പല സെക്ഷനിൽ നിൽക്കുന്നവർക്കും പല സാലറി ആയിരിക്കും. ഈ സാലറിയുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മുടെ നാട്ടിലെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം ഇവിടെ വരുമ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന അക്കരപ്പച്ചയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 1.5-2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് 25,000 രൂപ കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ അന്നേരം ഈ കമ്പനി ഒഴിവാക്കിയിട്ട് ചാടിപ്പോവുക. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയും ജോലി കിട്ടത്തില്ല, ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതൊക്കെ ആദ്യം വരുന്നവർക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് സാലറി കൃത്യമായിട്ട് കിട്ടുന്നതും അക്കൗണ്ടിൽ കിട്ടുന്നതും നല്ലൊരു കമ്പനിയാണ്, ഡയറക്റ്റ് കമ്പനിയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ വന്നപ്പോൾ ഒരു കുറച്ച് നാൾ ഓടിയൊക്കെ നടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഒരു കമ്പനിയിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് ചാടിപ്പോയവരെല്ലാം ഇപ്പോൾ ചാടിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് കിട്ടുന്നത്രയും പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്നാണ് അവരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ചാട്ടം വേണ്ട, ഏതെങ്കിലും ഒരു കമ്പനിയിൽ സ്ഥിരമായിട്ട് നിൽക്കുക. സാലറി നല്ലതായിട്ട് കിട്ടും, മണിക്കൂറിനനുസരിച്ചുള്ള പൈസയും കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.